സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർ OP അടക്കം ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുകയാണ്. ഇന്ന് 6 വരെ സമരത്തിലാണ്. IMAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ഡോക്ടർമാർക്കെതിരായി അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. ഒപ്പം കോഴിക്കോട് ഡോക്ടറെ ആക്രമിച്ച കേസിലെ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിലുമുള്ള പ്രതിഷേധമാണ് ഡോക്ടർമാർ പ്രകടിപ്പിക്കുന്നത്. ഇന്ന് 6 വരെ തുടരും ഈ സമരം. ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഐശ്വര്യയുണ്ട് വിവരങ്ങളുമായി. ഐശ്വര്യ, ഇന്ന് 6 വരെയാണ് സമരം. OP അടക്കം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരമാണ്. ജനങ്ങളെ അല്ലെങ്കിൽ രോഗികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും ഈ സമരം എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെയാണ് സമര പരിപാടികൾ? ഇപ്പോൾ അവിടെ സുൽഫി നൂഹ് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? രേണുക, ഈ സമരം അതായത് സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ വിവിധ സംഘടനകൾ ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് കഴിഞ്ഞ ഒരു 14 ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ മുതിർന്ന ഒരു കാർഡിയോളജിസ്റ്റിന് നേരെ ഉണ്ടായ ആക്രമണം, അത് ചോദ്യം ചെയ്തുകൊണ്ടാണ്. ആ ആക്രമണത്തെ തുടർന്ന് പ്രതിയെ ഇതുവരെ 14 ദിവസം പിന്നിട്ടിട്ടും 2 ആഴ്ചയ്ക്കും പ്രതിയെ പിടികൂടാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യമാണ് ഇപ്പോൾ ഡോക്ടർമാർ ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രതിയെ പിടികൂടാത്തത് എന്നുള്ള ആവശ്യം, അതായത് ആശുപത്രികൾ സുരക്ഷിതമായിരിക്കും, ഡോക്ടർമാർ സുരക്ഷിതമായിരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. പ്രൈവറ്റ് ആശുപത്രികൾ മാത്രമല്ല, സർക്കാർ ആശുപത്രികളിലുമൊക്കെ, അതായത് സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും സ്തംഭിച്ചുകൊണ്ടുള്ള ഒരു സമരം, സംസ്ഥാന വ്യാപക മെഡിക്കൽ സമരത്തിനാണ് ഇന്ന് ഡോക്ടർമാർ നേതൃത്വം നൽകുന്നത്. വൈകുന്നേരം 6 മണി വരെ ഈ സമരം തുടരും. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന സമരം IMAയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുൽഫിയാണ് ഉദ്ഘാടനം ചെയ്ത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇത് ഡോക്ടർമാർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. 62 വയസ്സുള്ള ഏറ്റവും മുതിർന്ന ഒരു ഡോക്ടറെയാണ് കോഴിക്കോട് മർദ്ദിച്ചത്. ആ സംഭവം നടന്ന് 14 ദിവസം പിന്നിട്ടിട്ടും പ്രതി ഇപ്പോഴും പുറത്താണ്. എന്തുകൊണ്ടാണ് ആ പ്രതിയെ പിടികൂടാത്തത്? ഒപ്പം തന്നെ ഈ ഡോക്ടറെ തല്ലി ചികിത്സ നേടാം അല്ലെങ്കിൽ ചികിത്സ നന്നാക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ വിധികളുടെ സ്വർഗത്തിലാണ് എന്നുള്ള ഒരു പരാമർശം ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒപ്പം തന്നെ എല്ലാ ആശുപത്രിയിലും സംരക്ഷിച്ചുകൊണ്ടുള്ള സമരമായിരിക്കും. പ്രതിയെ പിടികൂടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡോക്ടർമാരുടെ തീരുമാനം. ശരി, എന്തായാലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സുൽഫി നൂഹ് അല്പസമയം മുൻപാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ആ സാഹചര്യത്തിലാണ് കാർഡിയോളജിസ്റ്റിനെ ഡോക്ടർമാർക്കെതിരെ പരാതിയുണ്ടെങ്കിൽ, ഡോക്ടർമാരുടെ ചികിത്സയിൽ പിഴവുകളുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനും അതിന് പരിഹാര മാർഗങ്ങളും കണ്ടെത്തുവാനുമുള്ള 100 കണക്കിന് നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് തീർച്ചയായിട്ടും നിലവിലുണ്ട്. ആ വ്യവസ്ഥാപിത മാർഗങ്ങൾ സ്വീകരിക്കാതെ ഡോക്ടറിനിട്ട് 2 തല്ല് കൊടുത്തിട്ട് ചികിത്സയെ നന്നാക്കി കളയാം, അല്ലെങ്കിൽ ചികിത്സയിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാമെന്നുണ്ടെങ്കിൽ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഞാനും നിങ്ങളും. ഇത് കേരളത്തിന് നല്ലതല്ല. ഇത് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. സാധാരണ സമരം തിരുവനന്തപുരത്തും ഒരുപക്ഷെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോട്ടയത്തും ഒതുങ്ങുമെങ്കിൽ ഈ സമരം കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലെ ചെറുകിട ആശുപത്രികൾ മുതൽ സർവ്വടുത്തും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഈ വിഷയത്തിന്റെ വ്യാപ്തിയെ മനസ്സിലാക്കുവാനുള്ളതാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ആർക്കും പരിശോധിക്കാം. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുകിട വലികിട കോർപ്പറേറ്റ് ആശുപത്രികൾ മുതൽ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ മുതൽ ഇന്ന് സ്തംഭിച്ചിരിക്കുകയാണ്. കാരണം അത്രയ്ക്കും രോഷാകുലരാണ് ഈ വിഷയത്തിൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും. സംസ്ഥാന വ്യാപകമായി സമരം നടക്കുകയാണ്. സർക്കാർ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാർ OP അടക്കം ബഹിഷ്കരിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ഐശ്വര്യ തുടരുന്നുണ്ട്. ഐശ്വര്യ, ഡോക്ടർമാർ അവരുടെ സമരത്തിന്റെ വിജയം ഈ വിഷയത്തിന്റെ വ്യാപ്തി എന്ന് സൂചിപ്പിക്കാനാണ്. ഗ്രാമാന്തരങ്ങളിൽ പോലും ഒരു ആശുപത്രിയും പ്രവർത്തിക്കുന്നില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും സമരത്തിൽ അണിനിരക്കുന്നു എന്ന കാര്യം പറയുന്നത്. പക്ഷേ അതിന്റെ ഒരു പ്രത്യാഘാതം എത്ര വലുതാണ്? ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മുതൽ ഇങ്ങോട്ട് ഒരു ആശുപത്രികളിലും രോഗികൾക്ക് ചികിത്സ ലഭിക്കാത്ത, അടിയന്തര സാഹചര്യത്തിൽ അല്ലാതെ ചികിത്സ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയാണ് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നത്? സ്വാഭാവികമായും സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും സംരക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സമരം ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ രോഗികൾ വലയുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു ആശുപത്രിയിലോ 2 ആശുപത്രികളോ അല്ല, നേരത്തെ ഡോക്ടർ സുൽഫി സൂചിപ്പിച്ചതുപോലെ ഗ്രാമാന്തരങ്ങളിൽ പോലും, അതായത് ആശുപത്രികൾ പോലും അത് ഒരു വ്യത്യാസമില്ലാതെ, സർക്കാർ ആശുപത്രികളായാലും പ്രൈവറ്റ് ആശുപത്രികളായാലും അത്തരത്തിലുള്ള വ്യത്യാസമില്ലാതെ തന്നെയായിരിക്കും ഈ ഒരു സമരം നടക്കുക. അതുകൊണ്ട് തന്നെ അല്പം ഈ സമരം ഇവിടെ
ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനം തുടർന്ന് ഇവർ പ്രതിഷേധ റാലിയൊക്കെ നടത്തുന്നു. ആ സമയത്തോടുകൂടി ഇവിടെ ജനങ്ങളുടെ ഒരു പ്രതികരണങ്ങൾ പോകേണ്ടതുണ്ട്. ആ സമയത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ജനങ്ങൾ പറയുന്നത് സാധാരണക്കാരായ രോഗികൾ ഈ ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ അവർക്ക് കിട്ടാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനാണ്. കാരണം എല്ലാ സംഘടനകളും ഈ അടിമയുടെ സമരം നടത്തുന്ന ഇവിടെ ഈ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലായിടങ്ങളിലും ഒരു വ്യത്യാസമില്ലാതെ ഈ സമരത്തിന്റെ ഭാഗമാവുകയാണ് ഡോക്ടർമാർ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോഴിക്കോട് ആക്രമണം മാത്രമല്ല, കുറച്ചു ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിലാണ് ഡോക്ടർമാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്ത സംഭവം ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ 14 ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ നടത്തിയ ആക്രമണം നടന്നിട്ടും പ്രധാനമന്ത്രിയെ പിടികൂടില്ല എന്നുള്ളതാണ് ഡോക്ടർമാരുടെ ഒരു ആരോപണം. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അതിന്റെ കടിഞ്ഞാണിടാൻ സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് സാധിക്കാത്തത് എന്നുള്ള ചോദ്യം ആശുപത്രികൾ സുരക്ഷിതമായിട്ടുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. ശരി, എന്തായാലും ഡോക്ടർമാരെ മർദ്ദിച്ചുകൊണ്ട് മതിയായ ചികിത്സ ഉറപ്പാക്കാൻ കഴിയില്ല. ഡോക്ടർമാരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ വഴി വേണം ഒരു പരിഹാരം തേടാൻ എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ജോലി സ്ഥലത്തെ സുരക്ഷ ഞങ്ങളുടെ അവകാശമാണ് എന്ന കാര്യം ഉയർത്തിക്കാട്ടിയാണ് ഡോക്ടർമാരുടെ സമരം. ഇന്ന് 6 മണി വരെയാണ് സമരം. പക്ഷേ എല്ലായിടത്തും സർക്കാർ സ്വകാര്യ ആശുപത്രി ഡോക്ടർമാർ സമരത്തിലായതുകൊണ്ട് തന്നെ രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെ ഇത് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഐശ്വര്യ അനിലാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ബ്രഹ്മപുരം വിഷയവുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടായ പ്രതിഷേധം, അതിനെ തുടർന്നുണ്ടായ സംഘർഷം, അതിൽ സെക്രട്ടറിയെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അറസ്റ്റിലായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ലാൽ വർഗീസ്. ഇന്നലെ ഒരാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. ഡാനി പോൾ ഉണ്ട് വാർത്തയിലെ വിശദാംശങ്ങളുമായി. ഡാനി, വലിയ പ്രതിഷേധം ഇന്നലെ ഉയർന്നു. പക്ഷേ അതിൽ ചില അനിഷ്ട സംഭവങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിന്റെ പേരിലെടുത്ത കേസിലാണ് ഇപ്പോൾ 2ാമത്തെ അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം ഇന്ന് ബ്രഹ്മപുരം വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധത്തിന് ബിജെപിയും കോൺഗ്രസും ഒക്കെ തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങളുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. രേണുക, ബ്രഹ്മപുരം വിഷയം, ആ അഴിമതിയുമായി ബന്ധപ്പെട്ട ഉയർന്നുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ സജീവമായിട്ട് ചർച്ചയായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷം വളരെ വലിയ രീതിയിൽ തന്നെ സമര പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുന്നു. ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസ് ഉപരോധിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ചില അനിഷ്ട സംഭവങ്ങളുണ്ടായിരുന്നു. കോർപ്പറേഷൻ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഇവിടെ ജീവനക്കെത്തിയ മറ്റ് ചില ജീവനക്കാരെയും തടയുന്ന സംഭവങ്ങളുണ്ടായി. ചിലർക്കെതിരെ കയ്യേറ്റങ്ങളുണ്ടായിരുന്നു. അതിനെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ആ ഉപരോധ സമരത്തിനെതിരെ തന്നെ ഗതാഗത തടസ്സപ്പെടുത്തി അടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 500ഓളം പേർക്കെതിരെ DCC പ്രസിഡന്റ് ഉൾപ്പെടെ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കയ്യേറ്റ ശ്രമം, സെക്രട്ടറി ഉൾപ്പെടെ കയ്യേറ്റത്തിന് കേസെടുത്തുള്ള വധശ്രമത്തിനടക്കമാണ് കേസെടുത്തുള്ള 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അതിൽ 2ാമത്തെ അറസ്റ്റാണ് ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഒരാളെയും ജെറിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെയും ഇന്ന് രാവിലെ ലാൽ വർഗീസിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ അറസ്റ്റ് ഒരു വഴിക്ക് നടക്കുമ്പോൾ തന്നെയും പ്രതിഷേധത്തിന് ഒരു മുടക്കവുമില്ലാതെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധ പരിപാടികൾ തുടരുന്നു. കോൺഗ്രസ് വരും ദിവസങ്ങളിലും പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് UDF-ലെ മറ്റ് ഘടകകക്ഷികളുടെ പ്രതിഷേധ പരിപാടികൾ കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസിന് മുൻപ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സെക്രട്ടറിയെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ജീവനക്കാരുടെ ഇടത് അനുകൂല സംഘടനാ ജീവനക്കാരുടെ ഒരു പ്രതിഷേധ യോഗവും അതിന് മുൻപിൽ നടക്കുന്നു. ഒപ്പം ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ ഒരു ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. ഇത് ബ്രഹ്മപുരം മുതൽ കോർപ്പറേഷൻ ഓഫീസ് വരെയാണ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് ബ്രഹ്മപുരത്ത് നിന്ന് ഈ ലോങ് മാർച്ച് ആരംഭിക്കും. അത് വൈകിട്ട് 6 മണിയോടുകൂടി കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിക്കും. സുരേഷ് ഗോപി ആണ്, മുൻ MP കൂടിയായ സുരേഷ് ഗോപിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം. അങ്ങനെ സമരങ്ങളുടെ ഒരു വലിയ വേലിയേറ്റം ബ്രഹ്മപുരം സംബന്ധിയായിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഇന്നലെ നടന്ന സമരത്തെ അതിലുള്ള നടപടികളുമായിട്ട് പോലീസും മുന്നോട്ട് പോകുന്നത്. എന്തായാലും സജീവ ചർച്ചയായി തന്നെ ബ്രഹ്മപുരം വിഷയം കെട്ടിട്ടും അത് സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. രേണുക. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. സിറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ഇന്ന് നിർണായക ദിവസമാണ്.
കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർദിനാൾ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലുള്ള കേസുകളിലെ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കർദിനാൾ സുപ്രീംകോടതിയെ സമീപിച്ചത്. പള്ളികളുടെ ഭൂമിയും ആസ്തിയും വിൽക്കാൻ ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജികളിലും സുപ്രീംകോടതി വിധി ഇന്നാണ്. ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വരി, ബേലായം ത്രിവേദി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കർദിനാൾ ഉൾപ്പെടെ നൽകിയ ഹർജികളിൽ വാദം കേട്ടത്. കർദിനാളിന് അനുകൂല നിലപാടാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സ്വീകരിച്ചത്. മലപ്പുറം വളാഞ്ചേരിക്കടുത്ത് ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 3 പേർ മരിച്ചു. ലോറിയിലുണ്ടായിരുന്ന 3 പേരാണ് മരിച്ചത്. എറണാകുളം ഭാഗത്തേക്ക് സവാളയുമായി വരികയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. അനുമോദുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, ദുഃഖകരമായ വാർത്തയാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ലോറിയിലുണ്ടായവരാണ് മരിച്ചവർ എന്ന് മനസ്സിലാക്കുന്നു. മൃതദേഹം ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്? രേണുക, ഇന്ന് രാവിലെ 6:40 അപകടം സംഭവിച്ചത്. പൂനെയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് സവാളയുമായി വരികയായിരുന്നു ഈ ലോറി. നമുക്കറിയാം, ദേശീയപാതയിലെ വട്ടപ്പാറ വളവ് തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ 1 മാസത്തിനിടെ തന്നെ 3 അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഈ വാഹനം നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം 3 പേരെയും ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുക്കാൻ സാധിച്ചത്. ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം തന്നെ എത്തി ഈ ക്യാബിൻ വെട്ടിപ്പൊളിച്ച ശേഷമാണ് ഇവരെ പുറത്തെടുത്തത്. ഇവരുടെ പേരും മറ്റ് ഡീറ്റെയിൽസും നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും അതീവ ദാരുണമായ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വട്ടപ്പാറ വളവിൽ ആവർത്തിക്കുന്നത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. CV അനുമോദ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് പ്രതിപക്ഷത്തിന് മാത്രമുള്ള അവസരമാണ്. ഒരു പ്രതിപക്ഷ അംഗം റൂൾ 50 നോട്ടീസ് കൊടുക്കുമ്പോൾ 2 പ്രാവശ്യമാണ് ഒരു മന്ത്രിക്ക് അവസരം കിട്ടുന്നത് മറുപടി പറയാൻ. കേരളത്തിന്റെ ചരിത്രത്തിൽ, നിയമസഭാ ചരിത്രത്തിൽ പല മന്ത്രിമാരും പേരെടുത്തിരിക്കുന്നത് അടിയന്തര പ്രമേയ ചർച്ചകളിലെ അവരുടെ മറുപടി കൊണ്ടുകൂടിയാണ്. അവർ നന്നായി തയ്യാറെടുത്ത് വന്ന് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുത്തിട്ടാണ് പല മന്ത്രിമാരും കേരളത്തിൽ പേരെടുത്തിട്ടുള്ളത്. അവർ നല്ല സാമാജികന്മാരായി, നല്ല മന്ത്രിമാരായി, നല്ല ഭരണകർത്താക്കളായി പല മന്ത്രിമാരും പേരെടുത്തിട്ടുള്ളതും ഈ അടിയന്തര പ്രമേയ ചർച്ചകളിലാണ്. അപ്പൊ പ്രതിപക്ഷ അംഗത്തിനോ പ്രതിപക്ഷ നേതാക്കൾക്കോ മാത്രം കിട്ടുന്ന ഒരു അവസരമല്ല ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട റൂൾ 50 നോട്ടീസ്. നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന, നന്നായി മറുപടി പറയാൻ കഴിയുന്ന മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും കൂടി അവസരം കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് തങ്ങൾക്ക് അലോസരം ഉണ്ടാക്കുന്നു, അപ്രിയങ്ങളായ കാര്യങ്ങൾ പറയുന്നു എന്നതിൻ്റെ പേരിൽ, കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പ്രതിപക്ഷം പറയുന്നു എന്നതിൻ്റെ പേരിൽ ആ അവകാശം പൂർണ്ണമായി നിഷേധിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഇന്നലെ സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ സംസാരമാണ്, ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ നോക്കി, എന്നിട്ട് വേണമെങ്കിൽ തരുമെന്ന്. അങ്ങനെ അവർ വേണമെങ്കിൽ തരുന്ന ഒരു ഔദാര്യം കൈപ്പറ്റാൻ വേണ്ടി അവരുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളല്ലല്ലോ ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഇത്. ഞാൻ ചോദിക്കട്ടെ, വളരെ സിമ്പിളായിട്ട് ലഘുവായിട്ട് നിങ്ങളോട് അറിയാം, ഇത് കൊണ്ടുപോയി ഞങ്ങൾ സറണ്ടർ ചെയ്ത് ഞങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാനടക്കമുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ മുഴുവൻ വിചാരണ ചെയ്യപ്പെടും. മാധ്യമങ്ങളുടെ മുമ്പിൽ മാത്രമല്ല, ജനങ്ങളുടെ മുന്നിലും പരിണതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കളുടെ മുന്നിലും ഇത്രയും വർഷമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവകാശം കൊണ്ട് പണയപ്പെടുത്തിയിട്ട് മിണ്ടാതിരിക്കുന്ന പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കുന്ന പ്രതിപക്ഷം എന്ന് ഞങ്ങൾ വിചാരണ ചെയ്യപ്പെടില്ലേ? ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ സമരം വളരെ അഗ്രസീവായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ വഴി ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരെ തിരിച്ച് ഞങ്ങൾ ഈ സമരവുമായി രംഗത്തിറങ്ങാതെ ഞങ്ങൾ ഇത് കേട്ട്, ശരി, മുഖ്യമന്ത്രിക്ക് അങ്ങേക്ക് ദയവ് പോലെ രാവിലെ എണീക്കുമ്പോൾ ഞങ്ങളോട് ദയവുണ്ടായാൽ ഞങ്ങൾക്ക് റൂൾ 50 നോട്ടീസ് തരിക, ദയവുണ്ടായാത്ത ദിവസമാണെങ്കിൽ ഞങ്ങൾക്ക് തരാതിരിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ ഞങ്ങൾ സമ്മതിച്ച് ഞങ്ങൾ പോന്നാൽ ഞങ്ങൾ പിന്നെ ആരായി? അപ്പൊ പ്രതിപക്ഷം കൂടിയാലോചനകൾ വഴിയാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ ഒറ്റയ്ക്കുള്ള അഭിപ്രായമല്ല. പ്രതിപക്ഷ നേതാക്കന്മാർ, ഞങ്ങൾ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് വ്യത്യസ്തമായ തലത്തിൽ എല്ലാ ആംഗിളിൽ നിന്ന് ഇത് ചർച്ച ചെയ്തിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമസഭാ നടപടിക്രമങ്ങളുമായി സഹകരിക്കാത്തത്.
ഏറ്റവും കുറവ് നിയമസഭാ നടപടികൾ സ്തംഭിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾക്ക് അവിടെ ഡിബേറ്റ് നടക്കണം, ഡിസ്കോഴ്സ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവകാശത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, ഞങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട്, ഞങ്ങൾ എണ്ണത്തിൽ കുറവാണ് എന്നതുകൊണ്ട് ഞങ്ങൾ പറയുന്ന, ഞങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ കേട്ടിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇങ്ങോട്ട് ചോദിച്ചിട്ടേ അങ്ങോട്ട് മറുപടി പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങോട്ട് തോണ്ടിയിട്ടേ അങ്ങോട്ട് മറുപടി പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരനാവശ്യമായ ഒരു അഗ്രഷൻ, ഒരു അതിക്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എത്ര പ്രാവശ്യം ഡയസ് കയറാനുള്ള അവസരങ്ങൾ ഞങ്ങൾ കയറിയില്ല. കഴിഞ്ഞ ദിവസവും സമാധാനപരമായിട്ടാണ് അവിടെ സമീപനത്തിൽ. ഇപ്പോൾ ഇവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മാർഷൽ, അയാളാണ് ഒരു ഗുണ്ടയെ പോലെ, CPM ഗുണ്ടയെ പോലെയാണ് അയാൾ പെരുമാറി. അയാൾ കൊടുത്തേക്കുന്ന പോയി തിരുവഞ്ചൂർ അയാളെ ആക്രമിച്ചത്, അയാളെ തല്ലി പരിക്കേൽപ്പിച്ചെന്നാണ് തിരുവഞ്ചൂർ ആകാശം. ഇന്ന് ആലോചിച്ച് നോക്കി, ഒരു വലിയ പോലീസ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥ, CPM ഗുണ്ടേ, അയാൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അയാൾ സ്പീക്കറോട് നേരിട്ട് പറയാം, അയാൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. വെറുതെ നിലത്തിരുന്നിരുന്ന ആള് തിരുവഞ്ചൂരിന് അദ്ദേഹം നിൽക്കുകയായിരുന്നു, അദ്ദേഹത്തെയാണ് തള്ളി മാറ്റിക്കൊണ്ടൊരു പ്രകോപനം ഉണ്ടാക്കിയത്. ഇതിപ്പോൾ കൊടുത്തൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു വന്നൊരു ഉദ്യോഗസ്ഥരെ കൊണ്ട് പരാതി കൊടുപ്പിക്കും, കള്ളപ്പരാതി. MLA-മാർക്ക് കിട്ടാത്ത നീതി സാധാരണ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിലെങ്ങനെ കിട്ടും? ഞാൻ ഇന്നലെ ആലോചിക്കുകയായിരുന്നു, ഈ കേസിന്റെ വകുപ്പുകളെല്ലാം നോക്കിയിട്ട് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ നിയമസഭാ കോമ്പൗണ്ടിന്റെ മുന്നിൽ നടന്ന ഒരു സംഭവത്തെ നേരെ ട്വിസ്റ്റ് ചെയ്ത് വാദിയെ പ്രതിയാക്കി കേസ് MLA-മാരെ, വനിതാ MLA-മാരെ വരെ പ്രതിയാക്കി കേസിലെക്കാണെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ട പോലീസ് സ്റ്റേഷനിലൊക്കെ പോണ സാധാരണക്കാരുടെ സ്ഥിതി എന്തായാലും ഒന്ന് ആലോചിക്കുക. അപ്പൊ നാട്ടിലെ പോലീസ് ഭരണം നടക്കുന്നത് ഇങ്ങനെയാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരു പാവപ്പെട്ടവൻ പോലീസ് സ്റ്റേഷനിൽ വാദിയായിട്ട് പോയാൽ, ഒരു സ്ത്രീ വാദിയായിട്ട് പോയാൽ അവർ പ്രതിയായി മാറൂലേ? ആരാ ചോദിക്കാൻ? MLA-മാരോട്, ജനപ്രതിനിധികളോട്. ഇങ്ങനെയാണ് ആ പോലീസിനെ കൊണ്ട് അവരെ കൈകാര്യം ചെയ്യിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും പൊതുസമൂഹത്തിൻ്റെ സ്ഥിതി? ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ഒരു കോംപ്രമൈസും ഞങ്ങൾക്കില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. ഇത് സ്ഥാപിച്ചു കിട്ടുന്നതുവരെ മുഖ്യമന്ത്രിയുടെ ഈ ധാർഷ്ട്യം, ഇക്കാര്യത്തിലുള്ള ധാർഷ്ട്യവും നിലപാടിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നതുവരെ വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ സമരം പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഒരേ വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് ചർച്ച ചെയ്യില്ല എന്നാണ് പറയുന്നത്. 2014-13 ഞാൻ ഒരു FIR പ്രതിയായതിൻ്റെ പേരിൽ 5 ദിവസം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ട് സഭ സംബന്ധിച്ച കൂട്ടരാണ്. അന്ന് അദ്ദേഹം ഓർക്കുന്നില്ലേ, അന്ന് എന്തൊക്കെയായിരുന്നു VS-ന്റെ കാലത്ത്? പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് മാറ്റുന്നത് വരെ പിന്നോട്ടില്ല, സഭയ്ക്ക് പുറത്തേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അടിയന്തര പ്രമേയ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് പേരെടുത്ത മന്ത്രിമാരുള്ള നാടാണ്. എന്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ അവസരമായി മാത്രം അതിനെ കണ്ട് അതിന് തടയിടുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുന്നു. അടിയന്തര പ്രമേയ വിഷയം ജനങ്ങളെ ബാധിക്കുന്നതാണ്, അത് ഉയർത്താനായില്ലെങ്കിൽ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് താൻ ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ സഭയിലുണ്ടായ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വനിതാ MLA-മാർക്കെതിരെ വരെ കേസെടുത്തിരിക്കുന്നു. ഇങ്ങനെയാണ് പോലീസ് പെരുമാറുന്നതെങ്കിൽ സാധാരണക്കാരന് എവിടെ നീതി കിട്ടും എന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവ് ഉയർത്തുകയാണ്. എന്തായാലും സഭയ്ക്ക് പുറത്തേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുകയാണ്. മൂന്നാർ നെയ്മക്കാട് മേഖലയിൽ വീണ്ടും റോഡിലിറങ്ങി പടയത്തെ എന്ന കാട്ടാന. ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ കാട്ടാന തടഞ്ഞു നിർത്തി. തോട്ടം മേഖലയിലും പകൽ സമയങ്ങളിൽ ആന തമ്പടിക്കുമെന്ന വിവരമുണ്ട്. കോഴിക്കോട് കെ മുരളീധരനെ പിന്തുണച്ച് പോസ്റ്റർ. നിങ്ങൾക്ക് വേണ്ടെങ്കിലും ജനങ്ങൾക്ക് വേണം ഈ നേതാവിനെ എന്നാണ് പോസ്റ്ററിലെ വരികൾ. കോഴിക്കോട് നഗരത്തിൽ പലയിടങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസ് പോരാളികളുടെ പേരിലാണ് പോസ്റ്റർ.
വിനേഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനേഷ്, കോൺഗ്രസിൽ പോസ്റ്ററൊന്നും പുതിയ കാര്യമല്ല, പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്ന ഒരു ഘട്ടത്തിൽ വരുന്ന പോസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. എന്തൊക്കെയാണ് വാചകങ്ങൾ, ആരാണ് പിന്നിൽ? രേണുക, കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ 3 സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ഇംഗ്ലീഷ് പള്ളിക്ക് സമീപമാണ് നടക്കാവ്, മറ്റൊന്ന് YMCA റോഡിലും അതുപോലെ തന്നെ നടക്കാവ് മേലെ നടക്കാവ് ഭാഗങ്ങളിലുമാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടെങ്കിലും ജനങ്ങൾക്ക് ഈ നേതാവിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതായത് കേരള ജനത ഒറ്റക്കെട്ടായി പറയുന്നു ഞങ്ങൾക്ക് വേണം ഈ നേതാവിനെ എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാം കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ശശി തരൂരിനെയും അതുപോലെ തന്നെ MK രാഘവന്റെ പ്രസ്താവനയെല്ലാം പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. മുരളീധരന്റെ നിലപാടിനോട് DCC പ്രസിഡന്റ്, അതായത് മുരളീധരന്റെ പഴയ അടുത്ത അനുയായിയായിട്ട് പോലും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവർക്ക് മുരളീധരൻ ഇപ്പോഴുള്ള നിലപാടിനോട് യോജിപ്പില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് DCC ഓഫീസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ശരി, വിനേഷ് കുമാറാണ് പിടിയിലായത്. വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഇനി പോകുന്നത് പാലക്കാട്. ഹെൽത്ത് ഇൻസ്പെക്ടർ കൈക്കൂലി വാങ്ങിയതിന് പിടിയിലായിരിക്കുന്നു. മുറുക്ക് കച്ചവടക്കാരിൽ നിന്ന് 13,500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി മാത്യുവിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, മുറുക്ക് കച്ചവടക്കാരനെന്ന് പറയുമ്പോൾ വലിയ ഹോൾസെയിൽ കച്ചവടക്കാരനൊക്കെ ആയിരിക്കുമില്ലേ 13,500 രൂപ കൈക്കൂലി വാങ്ങണമെങ്കിൽ? രേണുക, ഇന്നലെ രാത്രിയാണ് സംഭവം. കൊടുവായൂർ സ്വദേശി അനന്തകൃഷ്ണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഹെൽത്ത് ഇൻസ്പെക്ടറെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 10,000 രൂപ ഈ പരാതിക്കാരനായ അനന്തകൃഷ്ണനിൽ നിന്നും ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ വാങ്ങിയിരുന്നു. അതിനുശേഷം സാനിറ്ററി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് ചെന്നപ്പോഴാണ് 18 തൊഴിലാളികളാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. ഒരു തൊഴിലാളിക്ക് 750 രൂപ വീതം നൽകണമെന്നതായിരുന്നു ആവശ്യം. അങ്ങനെ 13,500 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് അനന്തകൃഷ്ണൻ വിജിലൻസിന് പരാതി നൽകുകയും ഇന്നലെ വൈകിട്ട് ഈ പണം കൈമാറുന്ന സമയത്ത് വിജിലൻസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സഭ ഇന്നും പ്രക്ഷുബ്ധമായി ഇന്നത്തേക്ക് പിരിയിരിക്കുകയാണ്. ഇതിൽ പ്രതികരണങ്ങൾ തുടരുകയാണ്. പ്രതിഷേധം പുറത്തേക്കും വ്യാപിപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. സഭാഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ തീരുമാനം ഉൾപ്പെടെ വരാനിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൂം ലൈവിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായി കാണാം.